ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ആത്മസഹോദരങ്ങളെ, ഗുരുദേവനാമത്തിൽ ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം. തീർത്ഥാടന പാഥേയം ഭാഗം 6. ശിവഗിരി തീർത്ഥാടനം ഒരു വിലമതിയാത വിളക്ക്. തീർത്ഥാടനം ജീവിതം തന്നെയാണ്. നമ്മിലെ മാറ്റം തീർത്ഥാടനങ്ങൾ കൊണ്ട് സ്വയം സംഭവിക്കുന്നതല്ല. ദൃഢനിശ്ചയത്തോടെ, ആവശ്യമായ മുന്നൊരുക്കത്തോടെ നാം തന്നെയാണ് മാറാൻ തയ്യാറാകേണ്ടത്. മണ്ണിൽ വസിക്കുന്ന മണ്ണാലുള്ള മനുഷ്യൻ മണ്ണിലേക്ക് ഒട്ടിപ്പിടിക്കുക എളുപ്പം. പെട്ടെന്ന് ഫലം കിട്ടുക കൺമുമ്പിലുള്ള ലോകത്തു നിന്നാണ്. അതിനാൽ ഭൗതികതയുമായി മനുഷ്യൻ ശീഘ്രം പ്രണയത്തിലാവും. എന്നാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവൻ. വെറും ശരീരമാണോ? ഒരു തരിയും അവശേഷിക്കാതെ മണ്ണായി മാറുന്ന ശരീരം മാത്രം മതിയോ മനുഷ്യന്? മണ്ണിന്റെ വിശുദ്ധ ഗന്ധം ആത്മാവിൽ ആവാഹിച്ച് അത് വിണ്ണുമായി പങ്കുവച്ച ശ്രീനാരായണ ഗുരുദേവന് അത് ശരീരമല്ല, അറിവായിരുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു എന്നും ഗുരു തിരിച്ചറിയുന്നുണ്ട്. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ടിരിക്കുമെന്ന് കൂടി ഗുരുദേവൻ ഉറപ്പാക്കുന്നു. ആത്മീയതയുടെ നിറവനുസരിച്ചാണ് ദൗത്യ നിർവഹണത്തിന് മനുഷ്യൻ കരുത്തു നേടുന്നത്. കളിമണ്ണും അറിവും യുഗ്മ സൗഭാഗ്യം നേടുമ്പോഴാണ് ഒരു നല്ല മനുഷ്യൻ പിറക്കുന്നത് എന്ന പഴമൊഴി ഇവിടെ ഓർമ്മിക്കേണ്ടതാണ്. കാലങ്ങളെ മുറിച്ചു കടന്നാണ് മഹത്തുക്കളുടെ പുണ്യയാത്ര. ആ കാലത്തിന് സാക്ഷികളാകുന്നവരാണ് തീർത്ഥാടനങ്ങളിൽ നിന്ന് ശക്തി ആർജിക്കേണ്ടത്. ഇതെല്ലാ കാലത്തും ഒരുപോലെയല്ല. കാലത്തിന്റെ കറക്കത്തിൽ വന്നുചേരുന്ന വൃത്തിക്ഷയങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തിയാണ് ഇത് അളന്നെടുക്കേണ്ടത്. എങ്കിലേ തീർത്ഥാടനം സഫലമാകൂ. ഓരോ തീർത്ഥാടനത്തിലും നാം തന്നെയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ നിർണയിക്കേണ്ടത്. ഗുരുദേവന്റെ തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുവാനുള്ള സുഗമ പാതയാണിത്. ഓരോ വർഷവും നന്മ വിതറി കടന്നുപോകുന്ന ശിവഗിരി തീർത്ഥാടനത്തിൽ ഉത്സവം കാണുന്നതുപോലെ കയ്യും കെട്ടി നോക്കി നിന്നാൽ അവസാനം ഹാ കഷ്ടം എന്ന് വിളിക്കേണ്ടി വരും. ഭൗതികത തിളച്ചുമറിയുന്ന നരക കാലമാണിത്. ഗുരുദേവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നു: നിങ്ങൾക്കെന്തു ഭവിച്ചു? ഈശ്വരീയമായ അറിവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുവാൻ വിധിക്കപ്പെട്ട നിങ്ങൾ നിലത്തോടൊട്ടിക്കളഞ്ഞുവല്ലോ. നിങ്ങൾ അറിവിന്റെ നാഗലോകത്തിലേറുന്നതിനു പകരം ഈ എരിനരകാബ്ദിയിൽ നിപതിച്ചുവെന്നോ? ഗുരുദേവൻ തൻ്റെ രചനകളിൽ 3 അബ്ദികളെ കുറിച്ച് പറയുന്നുണ്ട്: ഭവാബ്ദിയും എരിനരകാബ്ദിയും പിന്നെ മൗനഘനാമൃതാബ്ദിയും. ഇതിൽ മൗനഘനാമൃതാബ്ദിയാണ് ഗുരുദേവൻ സ്വയം വരിച്ച പുണ്യതീർത്ഥം. ശരിക്കും തീർത്ഥാടകന്റെ ഉപാസനാ തീരമാണ് ഈ മൗനസാഗരം. എന്നാൽ ഇന്ന് തീർത്ഥാടകന്റെ അജണ്ടകളും അതിൻ്റെ മുൻഗണനാ ക്രമങ്ങളും പാടെ തെറ്റിപ്പോകുന്ന ആസുര കാലത്താണ് നമ്മൾ. ഈ ത്രിശങ്കുപാതയിൽ നിന്ന് നമ്മൾ ഗുരുദേവന്റെ സന്മാർഗനിഷ്ഠമായ ജീവിതത്തിനും ചന്ദന സുരവിലമായ ദർശനത്തിനും ചെവി കൊടുക്കണം. തികഞ്ഞ ഒരനുഭാവിയായി വന്ന് ഏറെ അവധാനതയോടെ മറ്റൊരു തീർത്ഥാടനം നമ്മെ വീണ്ടും വിളിക്കുകയാണ്. അത് അറിവിന്റെ നേർവഴിയിലേക്കാണ് വിളിക്കുന്നത്. ശരിയായ ലക്ഷ്യത്തിലേക്ക് പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് ട്രാക്കുതെറ്റി ഓടുന്നവരിൽ നമ്മളും പെട്ടുപോകുമായിരുന്നു. ശിക്ഷണത്തോടെയാണ് ഈ അണ്ടത്തെ തീർത്ഥാടനത്തിലേക്ക് നാം മനമുരുകി എത്തേണ്ടത്. പാതയിൽ കല്ലും മുള്ളുമുണ്ട്. അതിൻ്റെ ഇരുവശവും എല്ലാ തരത്തിലുള്ള ഭൗതിക പ്രലോഭനങ്ങളും തീർത്ഥാടകനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. തീർത്ഥാടകനെ വഴിതെറ്റിക്കാനാണ് ശ്രമം. തീർത്ഥാടനം മനസ്സിന്റെ വിമോചനമാവണം. തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന പ്രലോഭനങ്ങളുടെ മണിവീണ കമ്പികളുടെ തടവറയിലാണ് പലരും. ഇതിൽ നിന്നുള്ള പറന്നുയരലാണ് തീർത്ഥാടനം. തീർത്ഥാടകർ വീണ്ടും മാനവ മഹത്വത്തിന്റെ പീത പതാകകൾ ഏന്തുകയായി. ചിറ പൊട്ടിയ പോലെ ആർത്തലച്ചവർ ഗുരുഗീതി പാടി നീങ്ങിയില്ല. പിന്നെയോ ഗുരുവിന്റെ ശരണമന്ത്രങ്ങൾ അകമന്ത്രങ്ങളാക്കി കനകാംബരത്തിന്റെ ശാലീന സൗന്ദര്യം പോലെ ഒഴുകി നീങ്ങി. കനകം വിളയുന്ന മണ്ണിൻ നിനവുകൾ അത് കേട്ട് പിൻപാട്ടുപാടി. അടഞ്ഞ കണ്ണുകളും ഹൃദയബുദ്ധികളും തീർത്ഥാടന പാതയിലേക്ക് ഉണർന്നു വരുന്ന ഘട്ടമാണിത്. മഞ്ഞുരുകി പുകമറകൾ നീങ്ങി നേർവഴികൾ പ്രസന്നമാകുന്ന ഈ കാലത്താണ് നമുക്കായി ശിവഗിരി തീർത്ഥാടനം വീണ്ടും മഞ്ഞച്ചീവരം ചുറ്റി എത്തുന്നത്.
എല്ലാവർക്കും നന്ദി, നമസ്കാരം.